ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. നീ ദൈവപുത്രനാണെങ്കിൽ എന്ന ആമുഖത്തോടെയാണ് യേശുവിനുണ്ടായ ആദ്യ പ്രലോഭനവും അന്ത്യപ്രലോഭനവും ആരംഭിക്കുന്നത്. നീ ദൈവപുത്രനാണെങ്കിൽ കല്ലിനെ അപ്പമാക്കുക, ദേവാലയ ഗോപുരത്തിൽ നിന്ന് താഴേക്ക് ചാടുക എന്നൊക്കെയാണ് ശത്രുവിൻ്റെ നിർദ്ദേശമെങ്കിൽ, ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്നും ഇറങ്ങി വരിക എന്നതാണ് ക്രൂശിച്ചവരുടെ വെല്ലുവിളി. ദൈവപുത്രനാണെന്ന് തെളിയിക്കുകയാണ് സാത്താൻ്റെയും കുരിശിൻ ചുവട്ടിൽ ഉള്ളവരുടെയും ആവശ്യം. നീ ആരാണെന്ന് തെളിയിക്ക്, നിന്റെ പിതൃത്വം തെളിയിക്ക് എന്നൊക്കെ ആരെങ്കിലും വെല്ലുവിളിച്ച 30 വയസ്സു തികഞ്ഞ ഒരു ചെറുപ്പക്കാരന് പ്രതികരിക്കാതിരിക്കുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ആരും എളുപ്പത്തിൽ വീണു പോയേക്കാവുന്ന ഒരു പ്രലോഭനമാണിത്. എന്നാൽ യേശു മരുഭൂമിയിലും കാൽവരിയിലും ഈ പ്രലോഭനത്തെ അതിജീവിക്കുന്നു. താൻ ദൈവപുത്രനാണെന്ന് തെളിയിക്കേണ്ടത് സ്വന്തം കാര്യസാധ്യതകൾക്കായി അത്ഭുതം പ്രവർത്തിച്ചും ജനങ്ങളുടെ കയ്യടി നേടിയും ലോകം വെട്ടിപ്പിടിച്ചും അല്ലെന്ന് യേശുവിന് ബോധ്യമുണ്ടായിരുന്നു. കുരിശിൽ നിന്നും ഇറങ്ങി വന്നുകൊണ്ടല്ല, കുരിശിനെ പുണർന്നുകൊണ്ടാണ് ദൈവപുത്രനാകേണ്ടതെന്ന് കാൽവരിയിൽ യേശു തെളിയിക്കുന്നു. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങളും സഹനങ്ങളും പ്രാർത്ഥിച്ച് മാറ്റിയെടുക്കുന്നതിനേക്കാൾ അവയെ പുഞ്ചിരിയോട് സ്വീകരിച്ചുകൊണ്ടാണ് നാം ദൈവമക്കളാണെന്ന് പ്രകടമാക്കേണ്ടത്. ആത്മീയ ജീവിതത്തെ പരിഹസിക്കുന്ന വാക്കുകളുമായി ആരെങ്കിലും അരികെ വന്നാൽ അതിലടങ്ങിയിരിക്കുന്ന പ്രലോഭനത്തെ തിരിച്ചറിയാതെ നാം മറുപടി കൊടുക്കരുത്. നാം പ്രാപിച്ച ദൈവകൃപകളും ആത്മീയ ഉയർച്ചയും ആരുടെയും പരീക്ഷണത്തിനും വെല്ലുവിളികൾക്ക് മുൻപിൽ വെളിപ്പെടുത്തേണ്ടവയല്ല. പ്രത്യേകിച്ച് ജീവിതങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഈ കാലത്ത് ദൈവ പൈതലാണെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തേണ്ടതില്ല. തക്ക സമയത്ത് സ്വർഗം തന്നെ നിന്നിലൂടെ അത് വെളിപ്പെടുത്തിക്കൊള്ളും. 1 പത്രോസ് 5:6. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.